കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. മമ്മിയാണ് കുക്ക് ചെയ്യുന്നത്. ഞാൻ മമ്മിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് കുക്ക് ചെയ്യുന്നതെന്ന് മമ്മീനോട് ചോദിക്കാം. ഇന്നെന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്? നമ്മളൊരു നാടൻ വിന്താലു ആണ് ബീഫ് വിന്താലു. ഓക്കെ. അപ്പോൾ ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? 750 ഗ്രാം ബീഫ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, കുരുമുളക്, പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഇഞ്ചി, ഉപ്പ്, പച്ചമുളക്, വെളുത്തുള്ളി, മുരിങ്ങാത്തൊലി, 3 സവാള അരിഞ്ഞത്, വിനാഗിരി. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം കൂടി ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കുരുമുളക് ഒരു 1/2 സ്പൂണാണ് എടുത്തേക്കണം. ചെറിയ സ്പൂണിന് ഒരു 1/2 സ്പൂൺ. ടേബിൾ സ്പൂണല്ല, ടീസ്പൂണാണ് എടുത്തേക്കണത്. 1/2 സ്പൂണ്. അതുപോലെ പെരിഞ്ചീരകം 1/2 സ്പൂണ്. പിന്നെ പട്ട ഒരു 2 ചെറിയ കഷ്ണം, ഗ്രാമ്പു ഒരു 5 എണ്ണം, ഏലക്കായ ഒരു 10 എണ്ണം. ഇത്ര സാധനങ്ങളാണ് എടുത്തേക്കണം. അപ്പോൾ നമുക്ക് തീ കത്തിച്ച് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ മസാലകൾ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിന് കടുക് ഒരു സ്പൂൺ, വലിയ സ്പൂണിന് 1 സ്പൂൺ കടുക് നമ്മൾ എടുത്തേക്കണത്. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയിലിട്ട് പൊടിച്ചുകൊണ്ട് വരാം. മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതിനകത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് അരച്ചെടുക്കാം. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 5 സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളെടുത്തത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, 1 കഷ്ണം മുരിങ്ങാത്തൊലി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 3 സ്പൂൺ വിനാഗിരി ഒഴിച്ച് അരച്ചെടുക്കാം. ഇത് അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള വാട്ടാം. നമ്മളൊരു 3 സവാള കനം കുറച്ച് അരിഞ്ഞാണ് എടുത്തേക്കണത്. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണത് സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയാണ്. സവാള വാടിയിട്ടുണ്ട്. നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് ഇറച്ചിയിട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി ഇത് പിടിപ്പിക്കണം. ഇതിൽ പച്ചമുളകും എടുത്ത് വെച്ചേക്കണം. ഇട്ട് നല്ലോണം ഇളക്കി ഈ മസാല ഇറച്ചി കഷ്ണത്തിലൊക്കെ പിടിപ്പിച്ചിട്ട് വേണം നമ്മൾ കുക്കർ അടയ്ക്കാനായിട്ട്. ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അടച്ച് വയ്ക്കാം. നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. കുക്കറിൽ നിന്ന് എയർ വരാൻ തുടങ്ങി. നമുക്ക് വിസിലിടാം. എത്ര വിസിൽ വന്നു? പല കുക്കറിനും പല തരത്തിലാണ് വിസിൽ വരണത്. അതൊരു 3 വിസിൽ വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. നമുക്കിപ്പോൾ തുറക്കാറായ? ഇപ്പോൾ വിസിലൊക്കെ വന്നല്ലോ. ഇനിയിപ്പോൾ കുക്കർ ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ എയർ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. തുറക്കൂട്ടെ, ആവി വരും. നല്ല കളറുണ്ടല്ലോ. നല്ല കളറുണ്ട്. ഇത്രയും കളർ വേണം. കളറില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. നമുക്കിതൊന്ന് കുത്തി നോക്കാം വെന്തറുണ്ടാവുന്നു.
വെന്തറുണ്ടെങ്കിൽ ഈ ഇറുക്കിൽ അതിൻ്റെ അകത്ത് കയറും. വെന്തറുണ്ട്. നമ്മുടെ വിന്ദാലൂ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് യാത്രയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു കറിയാണിത്. നല്ല ടേസ്റ്റാണ്. ചൊറുക്കയും മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർക്കണോണ്ട് നല്ല ടേസ്റ്റാണിത്. 3-4 ദിവസമൊക്കെ കേടുകൂടാതെ ഇരുന്നോളും. ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ ഉണ്ട് കാണാനായിട്ട്. നമുക്ക് വേപ്പില വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. വിനാഗിരിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഉപ്പും മുളകുമൊക്കെ പാകത്തിനാണ്. അങ്ങനെയുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ബീഫ് വിന്ദാലൂ അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ സമയത്തൊക്കെ മീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ഇറച്ചി കൊണ്ട് തന്നെ ശരിക്കും മീൻ വയ്ക്കുന്ന രീതിയിലാണ് ഇതിൽ ബീഫ് വയ്ക്കുന്നത്. പിന്നെ ഇത് പെട്ടെന്ന് ചീത്തയായി പോവില്ല. ഒരു ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിലും ഒരു 2-3 ദിവസം സുഖമായിട്ട് പുറത്തിരുന്നോളും. അപ്പോൾ ഇത് കൊച്ചി സൈഡിലൊക്കെയാണ് ഇത് കൂടുതലും എല്ലാവരും വെക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും.